ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഇന്ന് തയ്യാറാക്കുന്നത് വളരെയധികം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള തിന കൊണ്ടുള്ള ഒരു ദോശയാണ്. ഫോക്സ് മില്ലറ്റ് എന്നറിയപ്പെടുന്ന തിന. ഞാനിവിടെ 1/2 കപ്പ് തിന എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്തുകൊണ്ടും അരിയിനേക്കാളും ഗോതമ്പിനേക്കാളും വളരെയധികം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമ്മളുടെ ഈ ചെറുധാന്യങ്ങളായ മില്ലറ്റ്സിലെല്ലാം തന്നെ. അപ്പോൾ 1/2 കപ്പ് തിനയും 1/4 കപ്പ് ഉഴുന്നുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉഴുന്ന് ബോൾസാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് നമുക്ക് നന്നായി കഴുകിയതിന് ശേഷം സോക്ക് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. വെള്ളത്തിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഒരു 6 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് കുതിർത്തിയെടുക്കണം. അതിന് ശേഷം കഴുകി എടുത്തിട്ടുണ്ട്. ഉലുവയും ഉഴുന്നും ഒരുമിച്ചിട്ടാണ് ഞാൻ സോക്ക് ചെയ്തത്. ഇനി നമുക്ക് ഉഴുന്നും ഉലുവയും അരച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ ചോറ്, ചെമ്പാവരി ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ചോറിന് പകരം അവൽ വേണമെങ്കിലും കുതിർത്തിയതിന് ശേഷം ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ തിനയും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അധികം വെള്ളം ചേർക്കണ്ട, കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം. ഡയബറ്റിക് പേഷ്യൻസിനും അതുപോലെ കൊളസ്ട്രോൾ ഹൈ ആയിട്ടുള്ളവർക്കുമൊക്കെ മില്ലറ്റ്സ് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അരിയിനേക്കാളും ഗോതമ്പിനേക്കാളും ഒക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫുഡാണ് മില്ലറ്റ്സ് എല്ലാം തന്നെ. അതുപോലെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ധാന്യമാണ് ഈ തിന, ചാമ എന്നുള്ള ഈ മില്ലറ്റ്സുകളെല്ലാം തന്നെ. അപ്പോൾ ദോശ തയ്യാറാക്കുന്നതിന് മുന്നായിട്ട് നമുക്കൊരു ചട്നി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു സവാളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തതും 3 വറ്റൽമുളക്, ഉണക്കമുളകും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു 1/2 ടീസ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം. തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. ഈ ഒരു പരുവത്തിന് അരച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉള്ളിച്ചമ്മന്തിയാണിത്. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്കത് യോജിപ്പിച്ചെടുത്ത് കഴിക്കാവുന്നതാണ്. കുക്കിംഗ് ഒന്നും തന്നെ ആവശ്യമില്ലാത്ത പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉള്ളിച്ചമ്മന്തിയാണ്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. വളരെ ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഈ പേപ്പർ ദോശ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. വളരെയധികം ടേസ്റ്റിയാണ്. നമ്മുടെ അരി കൊണ്ടുകൊണ്ട് തയ്യാറാക്കുന്ന ദോശേനേക്കാളും ടേസ്റ്റിയാണ്. കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുത്ത് നല്ല ക്രിസ്പി ആയിട്ട് വരും നമ്മുടെ ദോശ. ഇത് കണ്ടോ, നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതുപോലെ ബാക്കി ദോശയും നമുക്ക് ചുട്ടെടുക്കാം. പേപ്പർ ദോശ അല്ലാതെ കുറച്ച് കനമുള്ള ദോശ വേണമെങ്കിലും നമുക്ക് ഈ മാവ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും ദോശ തയ്യാറാക്കിയെടുക്കാം. ഈ മാവ് കൊണ്ട് തന്നെ നമുക്ക് ഇഡലിയും തയ്യാറാക്കിയെടുക്കാം. ഒരു കുഴപ്പമില്ല. വളരെ സോഫ്റ്റായിട്ട് തന്നെ വരികയും ചെയ്യും. ടേസ്റ്റി ആയിട്ടുള്ള ദോശയും ഇഡലിയും ഒക്കെ തയ്യാറാക്കിയെടുക്കാം. നോക്കി നല്ല ക്രിസ്പി ആയിട്ടുള്ള തിന ദോശ റെഡി ആയിട്ടുണ്ട്. അതിനോടൊപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെയൊക്കെ ഒഴിച്ച് എടുത്ത ആ ഉള്ളിച്ചമ്മന്തി വളരെ ടേസ്റ്റിയാണ് കേട്ടോ.
വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെയധികം ഗുണങ്ങളും അടങ്ങിയ തിന ദോശ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. എന്തായാലും ഇഷ്ടാകും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.